കൂത്താട്ടുകുളം മർച്ചന്റ് അസോസിയേഷൻ കുടുംബമേള ബ്രിയോ കൺവെൻഷൻ സെന്ററിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ റിജി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ്, അന്ന് തൊട്ട് ഇന്ന് വരെ കൂത്താട്ടുകുളത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും നിങ്ങൾ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയായിരുന്നു. കൂത്താട്ടുകുളത്തിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു ചെറിയ കമ്മിറ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ കൂത്താട്ടുകുളത്തിൻ്റെ ഹർട്ട് ചങ്കായിട്ടാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. 500-ലധികം 600ഓളം കുടുംബാംഗങ്ങൾ ഒറ്റക്കെട്ടായി കൂത്താട്ടുകുളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും, അത് പ്രത്യേകിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, വലിപ്പ ചെറുപ്പം നോക്കാതെ കൂടെയുള്ളവരെ കൂടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ മുന്നേറ്റം എത്രയൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെയുള്ള സന്നദ്ധ സംഘടനകളാണ്, മർച്ചൻസ് അസോസിയേഷനെ പോലെയുള്ള കൂട്ടായ്മകളാണ് നമ്മളെ നാടിൻ്റെ മുതൽക്കൂട്ട് എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EM വർഗീസ് സ്വാഗതം ആശംസിച്ചു. വർഷങ്ങൾ മുന്നേ രൂപീകൃതമായ ഒരു സംഘടനയാണ് കൂത്താട്ടുകുളം. കൊച്ചു കൂത്താട്ടുകുളത്തെ 25 വ്യാപാരികളും കൂടി ചേർന്ന് ആരംഭം കുറിച്ച കൂത്താട്ടുകുളം മർച്ചൻസ് അസോസിയേഷൻ. കൂത്താട്ടുകുളം മർച്ചൻസ് അസോസിയേഷൻ അന്നും മുതൽ ഇന്ന് വരെ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലും സമീപ പഞ്ചായത്തുകളിലും എല്ലാ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളും സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അതിന്നും നമ്മൾ തുറന്നു വരുന്നുണ്ട്. നമ്മുടെ ഭരണസമിതി കഴിഞ്ഞ 5 വർഷമായി കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പ്രൊജക്ട്സിലും നമ്മൾ സജീവമായ പങ്കാളിത്തം വഹിച്ചു വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പുതിയ ചെയർമാൻ കൂത്താട്ടുകുളത്തിലെ ചെയർപേഴ്സൺ റിജി ജോണിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി നമുക്ക് വളരെ അനുകൂല നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. അതിപ്പോൾ കൂത്താട്ടുകുളത്ത് മറ്റേ ബിൽഡിങ്സിന്റെ UAS കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായാലും അനധികൃത നമ്മൾ ദീർഘകാലമായി പരാതിപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഈ കൂത്താട്ടുകുളത്തെ അനധികൃത വഴിപാട് കച്ചവടം, അതുപോലെ അനധികൃത ഓട്ടോ പാർക്കിംഗ്. ഈ വിഷയങ്ങളില്ല നമ്മൾ വ്യാപാരികളെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് പുതിയ ചെയർമാൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ പുതിയ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും നമുക്കുണ്ടായിരുന്നു. 2000 തന്നെ ഒരു ദിവസം ഒരു ഞായറാഴ്ച രാവിലെ 6 മണിക്ക് എനിക്കൊരു അന്നത്തെ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. ഒരു അപരിചിതന്റെ ഒരു ഫോൺ എനിക്ക് വരുന്നു. എനിക്കിന്ന് വിദേശത്തേക്ക് പോകേണ്ടതാണ്, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് രാത്രി എനിക്ക് മെയിലിൽ വന്നിട്ടുണ്ട്. സൺഡേ ആണ്, ഞായറാഴ്ചയാണ്. എനിക്കതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് തന്നാൽ എനിക്കിന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് എൻ്റെ ഫ്ലൈറ്റാണ്. 3 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിലെത്തണം. രാവിലെ പാക്ക് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവിടെയുണ്ട്, വിദേശത്തുണ്ട്. ഞാൻ പറഞ്ഞ ഒരു അരമണിക്കൂറിനകം ഞാനത് വരാം. കാരണം കൂത്താട്ടോട് തന്ന് അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ 1-2 മാത്രമേ ഉള്ളൂ വേറെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. എന്നാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ജനസേവാ കേന്ദ്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു, ഇല്ലാത്തൊരു കാലഘട്ടം. കോതമംഗലം MA കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡയാന ആൻ ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സദസ്സിൽ എന്തുകൊണ്ടും ഒരു ടോട്ടൽ ഔട്ട്സൈഡർ അല്ലെങ്കിൽ ഒരു മിസ്ഫിറ്റ് ആണ് ഞാൻ. എന്നാൽ എൻ്റെ നേറ്റിവിറ്റി വെച്ച് നോക്കിയാലും ഞാനൊരു കൂത്താട്ടുകുളം സ്വദേശിയല്ല. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്റർ ദൂരമുള്ള കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന പ്രദേശത്താണ്. 2025 സംസ്ഥാന സർക്കാരിൻ്റെ ടെലിവിഷൻ പുരസ്കാരത്തിന് അർഹനായ കൂത്താട്ടുകുളം സ്വദേശി പോൾസൺ കൂത്താട്ടുകുളത്തിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. 25 വർഷം ടെലിവിഷൻ രംഗത്ത് ഞാൻ പിന്നിടുന്ന വർഷമാണ് ഈ ഒരു വർഷം. ആ വർഷം തന്നെ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. നാട്ടിൽ ആദ്യമായിട്ടാണ് ആദരവ്, അതിലും വളരെയധികം സന്തോഷം. അവാർഡ് കിട്ടിയപ്പോൾ തന്നെ മാർക്കോസ് ചേട്ടനും ഏരിയ ചേട്ടനൊക്കെ നേരിട്ട് വന്ന് അഭിനന്ദനം ഷോപ്പിൽ വന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു 10-ാം തീയതി നമ്മുടെ പരിപാടിയാണ്, വേറെ ഒരു പരിപാടിയും പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഡേറ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് ഫ്രീ ആവാൻ പറ്റി. വളരെയധികം സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഭദ്രകുമാർ S, ജോയിന്റ് സെക്രട്ടറി മായ അഞ്ചലോ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ദിനു തമ്പി, ട്രഷറർ ഏലിയാസ് NK എന്നിവർ സംസാരിച്ചു.